നമസ്കാരം. ഗൾഫ് 18 പ്രവാസി ശബ്ദത്തിലേക്ക് സ്വാഗതം. ബിജെപിയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ ദേവികുളം മുൻ എംഎൽഎ എസ് രാജേന്ദ്രൻ പ്രകാശ് ജാവ്ദേക്കറുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ഡൽഹിയിലെത്തിയാണ് കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത്. ഉച്ചയ്ക്ക് 1:30 പ്രകാശ് ജാവ്ദേക്കറിന്റെ വസതിയിൽ രാജേന്ദ്രൻ എത്തിയത്. കൂടിക്കാഴ്ച 1 മണിക്കൂറോളം നീണ്ടു. തോട്ടമേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് എത്തിയതെന്നാണ് എസ് രാജേന്ദ്രന്റെ വിശദീകരണം. അതിനിടെ ലീഡർ കെ കരുണാകരന്റെ വിശ്വസ്തനായിരുന്ന കെ മഹേശ്വരൻ നായർ ബിജെപിയിൽ ചേർന്നു. കെപിസിസി മുൻ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു കെ മഹേശ്വരൻ. ഉപാധികളൊന്നുമില്ലാതെയാണ് ബിജെപിയിൽ അംഗത്വം എടുത്തതെന്ന് മഹേശ്വരൻ നായർ പറഞ്ഞു. തിരുവനന്തപുരത്തിന്റെ മുഖഛായ മാറ്റാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയും. രാജീവിന്റെ വികസന കാഴ്ചപ്പാടാണ് തന്നെ ബിജെപിയിലേക്ക് എത്തിച്ചതെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഈ വിഷയമാണ് ഇന്ന് നമ്മൾ പ്രവാസികളുടെ പ്രതികരണത്തിനായി വെക്കുന്നത്. ഇനി ബിജെപിയിലേക്ക് എത്ര പേർ എന്നതാണ് നമ്മുടെ ചോദ്യം. സ്വാഗതം. ചർച്ചയിൽ നമുക്കൊപ്പം പങ്കെടുക്കുന്നത് ശ്രീ ജിതേഷ് CPM-നെ പ്രതിനിധീകരിച്ച്, ശ്രീ അജി കുര്യാക്കോസ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച്, ശ്രീ രമേശ് മണിക്കോത്ത് BJP-യെ പ്രതിനിധീകരിച്ച്. ആദ്യം ശ്രീ ജിതേഷ്, ഇതുവരെ കോൺഗ്രസ്, ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന ഒരു കാര്യം പ്രചരണ രംഗത്ത് സജീവമായി തന്നെ നിങ്ങൾ ഉയർത്തി. പത്മജയുടെ പോക്കോടുകൂടി അത് കൂടുതൽ ആവേശത്തോടുകൂടി നിങ്ങൾ പ്രചരണ രംഗത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ എസ് രാജേന്ദ്രൻ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. പ്രചരണ തന്ത്രങ്ങൾ മാറ്റേണ്ടി വരുമോ? നമസ്കാരം. ആദ്യം തന്നെ പറയാം, ഇതുവരെ രാജേന്ദ്രൻ BJP-യിലേക്ക് പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ രാജേന്ദ്രൻ ഇന്ന് CPM-മായി ഒന്നിച്ച് പ്രവർത്തിക്കാത്ത ഒരാൾ കൂടിയാണ്. ഞാൻ എവിടെയെങ്കിലും പറഞ്ഞോ രാജേന്ദ്രൻ പോയെന്ന്? ഇല്ല, ഞാൻ പോയില്ല എന്നാ പറഞ്ഞേ. ഞാനും പോയില്ലെന്നാ പറഞ്ഞേ. കൂടിക്കാഴ്ച നടത്തിയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്തു പറഞ്ഞുള്ളൂ. ഞാൻ പോയി എന്ന് ഞാനും പറഞ്ഞിട്ടില്ല, ട്രെയിനുകയും പറഞ്ഞിട്ടില്ല. ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2022-ൽ പാർട്ടി അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ച് പുറത്തിരുത്തിയിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അദ്ദേഹം ഇതുവരെ പോയിട്ടില്ല എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്, രേണുക മനസ്സിലാക്കിയ പോലെ തന്നെ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ജിതേഷ് ഇടപെടുന്നതിൽ ഒന്ന് ക്ഷമിക്കണം. താങ്കൾ പറഞ്ഞു നടപടി എടുത്ത് പുറത്തിരുത്തിയിരിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ ദിവസം നടന്ന LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ ദേവികുളം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ എസ് രാജേന്ദ്രൻ പങ്കെടുത്തിരുന്നു നേതാക്കൾക്കൊപ്പം. പാർട്ടിയോടും LDF-നോടും അഭിമുഖ്യമുള്ള ഏത് ആൾക്കാർക്ക് വേണമെങ്കിലും CPM-ന്റെയോ LDF-ന്റെയോ പ്രചാരണ യോഗത്തിലും പ്രചാരണത്തിലും അല്ലെങ്കിൽ LDF കൺവെൻഷനിലും പങ്കെടുക്കാം. വെറുതെ പ്രചരണത്തിന് വന്ന ആൾക്കൂട്ടത്തിനിടയിൽ ഇരിക്കുകയായിരുന്നില്ല. ആൾക്കൂട്ടത്തിനിടയില്ല, നമുക്ക് മുമ്പുണ്ടായിരുന്ന ഒരു MLA എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഇരിക്കാം. അദ്ദേഹത്തിന് സ്റ്റേജ് കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? അദ്ദേഹം ഇതുവരെ BJP പോയില്ല എന്ന് രേണുക പോലും പറയുന്നുണ്ടല്ലോ. അദ്ദേഹം BJP-യിലേക്ക് പോയില്ല. ഞാൻ ഇപ്പോഴും പറഞ്ഞില്ല, ഞാൻ അദ്ദേഹം കൺവെൻഷനിൽ പങ്കെടുത്തു, പുറത്തിരുത്തിയിരിക്കുന്നയാളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൺവെൻഷനിൽ പങ്കെടുത്തു എന്നേ പറഞ്ഞുള്ളൂ. ഞാനും പങ്കെടുത്തു എന്നാണ് ഞാനും പറഞ്ഞത്. ഞാനും രേണുകയും പറയുന്ന കാര്യങ്ങൾ ഒരു തെറ്റുമില്ല. ഞാൻ സെയിം കാര്യങ്ങളാണ് പറയുന്നത്. അത് രേണുക റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നെ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കണമെന്ന് മാത്രമേ ആദ്യം പറയാനുള്ളൂ. ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് BJP പല നേതാക്കളെയും അവരുടെ പാർട്ടിയിലേക്ക് കൊണ്ടുപോകുന്നു, അധികാരവും പണവും ഉപയോഗിച്ച്. ഇത് ഇന്ത്യയിലെ ജനാധിപത്യത്തോടുള്ള ഒരു വെല്ലുവിളിയാണ്. അതാണ് നമ്മൾ ആദ്യം സംസാരിക്കേണ്ടത്, CPM-നെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ്. അതുപോലെ തന്നെ CPM-നെ ഇവിടെ എവിടെയാണ് CPM-നെ അറ്റാക്ക് ചെയ്തത്? നിങ്ങൾ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് ആള് പോകുമ്പോൾ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന് പറഞ്ഞ് അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് പ്രചരണ രംഗത്ത് വലിയ വിഷയമാക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചത് എന്താണ്, പ്രചരണ തന്ത്രം മാറ്റേണ്ടി വരുമോ എന്ന് മാത്രമാണ്. ഒരു വിമർശനവും ഞാൻ ഉന്നയിച്ചില്ല. പ്രചരണ തന്ത്രം നിങ്ങൾ ഇനി മാറ്റുമോ ഇല്ലയോ എന്നതാണ് ഞാൻ ചോദിച്ചത്. 126 മുൻ MLA-മാരും 12 മുൻ CM-ഉം BJP-യിലേക്ക് പോയിട്ടുണ്ട്. അതാണ് നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. അത് പത്മജ പോകുന്നതിന് മുമ്പുള്ള കണക്കാണ്. കേരളത്തിലെ അപ്പോഴും നമ്മൾ അത് ചർച്ച ചെയ്യാമായിരുന്നു. നമുക്ക് പത്മജ പോകുന്ന സമയത്ത് നമുക്ക് കേരളത്തിൽ അത് ചർച്ച ചെയ്യാമായിരുന്നു. ഇന്ന് BJP-യിലാണ്. പ്രമുഖരായ നേതാക്കന്മാരുടെ മക്കൾ ഇന്ന് BJP-യിലാണ്. ഇന്ന് കെ കരുണാകരന്റെ വിശ്വസ്തനായ KPCC സെക്രട്ടറി പദവിയിലിരുന്ന്, അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് ഇന്ന് BJP-യിലാണ്. നമ്മൾ നാളെ BJP-യിൽ പോകുന്ന ആളെ കുറിച്ച് ചർച്ച ചെയ്യണോ, അല്ലോ ഇന്ന് BJP-യിൽ പോയ ആൾക്കാരെ കുറിച്ച് ചർച്ച ചെയ്യണോ? അതാണ് രേണുക ആദ്യം പറയേണ്ടത്.
ശ്രീ ജിതേഷ്, ഓരോരുത്തരും നമ്മളിങ്ങനെ ചർച്ച നടത്തുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന്. തെരഞ്ഞെടുപ്പല്ലേ, അപ്പോൾ കുറച്ചുകൂടി ശ്രദ്ധേയമാണ് ഇത്തരം നീക്കങ്ങൾ. അത് കൂടുതൽ ചർച്ച ചെയ്യുന്നു. ഞാൻ ചോദിച്ചത് ജിതേഷിനോട് ഇതല്ലല്ലോ, നമുക്ക് ചർച്ച ചെയ്യാം, പക്ഷേ നിങ്ങൾ പ്രചരണ തന്ത്രം ഇനി മാറ്റേണ്ടി വരുമോ എന്നതായിരുന്നു ചോദ്യം. അതിനൊഴിച്ച് ബാക്കിയെല്ലാത്തിനും മറുപടി പറഞ്ഞു. പോയ ശേഷമല്ലേ പറയാൻ പറ്റൂ രേണുക. നിങ്ങൾ എന്താണ് പറഞ്ഞത്? ഇതുവരെ പോയിട്ടില്ല. ഞാനും അതന്നെയാ പറഞ്ഞത്, ഇതുവരെ പോയിട്ടില്ല. ശരി, എന്നാ പോയിട്ട് മാറ്റിയാൽ മതി. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. നാളെ ന്യൂസ് 18 നിങ്ങൾക്ക് ശരി പോയതിനു ശേഷം ഇനി തന്ത്രം മാറ്റിയാൽ മതി. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. നിങ്ങൾ എന്താണ് പറയുന്നത്? ആദ്യം പോയോ ഇല്ലയോ ആളില്ല, പോയതിനെ കുറിച്ച് ചർച്ച ചെയ്യാതെ നാളെ എന്തായാലും കയ്യാലപ്പുറത്താണ്, നമുക്ക് മാറ്റേണ്ടി വരുമോ എന്നൊരു ആശങ്കയെങ്കിലും ഉണ്ടാവുമല്ലോ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ രമേശ് മണിക്കോത്ത്, ഈ സംഘടനാ രംഗത്ത് നിങ്ങളുടെ പേരുകൾക്ക് അല്പം വ്യത്യാസമൊക്കെ ഉണ്ട്. കേരള പ്രഭാരി എന്നാണ് ഇദ്ദേഹത്തെ പറയുന്നത്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജന്റാണോ പ്രകാശ് ജാവ്ദേക്കർ? അവരെയാണോ പ്രഭാരി എന്ന് വിളിക്കുന്നതെന്നൊരു സംശയം. നമസ്തേ. ഇവിടെ ഇന്നത്തെ ചർച്ച തന്നെ BJPയിലേക്കുള്ള ഒഴുക്കിനെ കുറിച്ചാണ്. ആദ്യമായിട്ട് ഇടുക്കിയിലെ മുൻ CPM MLA രാജേന്ദ്രന് ദേശീയതയിലേക്ക് സ്വാഗതം. എപ്പോ വേണ്ടിക്കും അദ്ദേഹത്തിന് വരാം. പിന്നെ ഇതില് ഒരു വിഷയം, ഏതെങ്കിലും നേതാക്കൾ, അത് കോൺഗ്രസ് എന്നാവട്ടെ, CPM എന്നാവട്ടെ, BJP വന്നാൽ 3 കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. ഒന്ന് പറയുന്നത് ED കാണിച്ച് പേടിപ്പിച്ചു എന്ന് പറയും. 2 പറയുന്നത് സ്ഥാനങ്ങൾ കാണിച്ച് മോഹിപ്പിച്ചു എന്ന് പറയും. 3 പറയുന്നത് ചവറുകളാണ് ഇവരെ പണ്ടേ പുറത്താക്കിയതാണ്. അപ്പൊ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, ജനങ്ങൾക്കറിയാം. ഇവിടെ ഈ രാജ്യത്ത് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾക്കും സ്വാഗതം ദേശീയതയിലേക്ക്. ഒന്നിനും ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള ചവിട്ടാൻ ഒരു താല്പര്യമില്ല. ഇതല്ലേ രാജേന്ദ്രൻ നിങ്ങളുടെ ആദ്യം BJPക്ക് കൈനീട്ടം കിട്ടിയത്. CPM എന്നാണ് BJPക്ക് കൈനീട്ടം കിട്ടിയത്. നിങ്ങളുടെ മുൻ MLA കണ്ണന്താനോ അദ്ദേഹം, പിന്നെ ശിവദാസ മേനോൻ. അപ്പൊ ഇവരൊക്കെ ചാണകം പറഞ്ഞു. ഇന്ന് ഞാൻ നാളെ നിങ്ങളും വരും, ഒരു സംശയമില്ല. ഇവരൊക്കെ ആകർഷിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒന്നും മോഹിച്ചിട്ടില്ല, ഇത് ഒന്നും പ്രലോഭിപ്പിച്ചിട്ടല്ല. ദേശീയതയിലേക്ക് ഇവരുടെ CPMന്റെ കോൺഗ്രസിന്റെ ആൾക്കാർ വരുന്നത് എന്തുകൊണ്ടാണ്? അത് ഈ രാജ്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന, ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു ഭരണം, ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ആകൃഷ്ടരായിട്ടാണ് ഇവരൊക്കെ വരുന്നത്. വന്ന കൂട്ടരെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്, അതിൽ നമ്മൾ ഒരു ഇത് കാണിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങൾ പ്രലോഭനം, ഒരു പ്രലോഭനം. ശ്രീ രമേശ് മണിക്കോത്ത്, ഇവിടെ ഇപ്പോ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം S രാജേന്ദ്രൻ പറഞ്ഞത്, ഞാൻ BJPയിലേക്കൊന്നും പോവില്ല, നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് വേണമെങ്കിൽ വാർത്തയ്ക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ പറയാം, ഞാൻ എൻ്റെ സുഹൃത്താണ്, ഏറെ നാളത്തെ പരിചയമുണ്ട്, അങ്ങനെ കൂടിക്കാഴ്ച നടത്താൻ വന്നു, എനിക്ക് പ്ലാന്റേഷൻ മേഖലയിലെ ചില പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട് എന്നൊക്കെയാണ്. താങ്കൾ പക്ഷേ പ്രവാസ ലോകത്താണെങ്കിലും അദ്ദേഹത്തിന്റെ വരവ് ഉറപ്പിച്ചു. ഇതൊക്കെ വരാതെ ഇവിടെ പോകില്ല മേഡം, ഇതൊക്കെ വന്നിരിക്കും, ഒരു സംശയമില്ല. പ്രകാശ് ജാവദേക്കർ കണ്ട് തോട്ടം തൊഴിലാളികളുടെ പ്രശ്നം ചർച്ച ചെയ്തു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അതിന് ഗണ്ണിക്കാന്നത് ഞാനില്ല. അതെ, ഇപ്പോ നിങ്ങളുടെ സംഘടനാ കാര്യങ്ങളാണ് പ്രകാശ് ജാവ്ദേക്കർ നോക്കുന്നത്. നേരത്തെ കേന്ദ്രമന്ത്രിയായിരുന്നു, പക്ഷെ ഇപ്പോ സംഘടനാ കാര്യങ്ങൾ നോക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ കണ്ട് ഈ പ്ലാന്റേഷൻ മേഖലയിൽ എന്ത് കാര്യം സംസാരിക്കാനാണ്? എന്താണ് അതിന്റെ ഉദ്ദേശം? അല്ല, ഇപ്പൊ ഒരാള് നമ്മൾക്കിപ്പോ മേഡത്തിന് എനിക്ക് പരിചയമുണ്ട്, എനിക്ക് മേഡം ത്രൂ നമുക്ക് നാടിന് വേണ്ടി എന്തെങ്കിലും പുരോഗതിക്ക് ട്രൈ ചെയ്യുന്ന തെറ്റൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ അവസാനം എത്തിയിരിക്കും. ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, കാരണം ഈ രാജ്യത്ത് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണി ഈ രാജ്യത്തിന് വേണ്ടി സാധാരണക്കാരുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അവർ കാണുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. ഇവർ ഈ പച്ചയായിട്ട് ഇങ്ങനെ പറഞ്ഞു, വർഗീയം പറഞ്ഞു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു, അധികകാലം ഇവരിങ്ങനെ പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. ഒരു പരിധിയുണ്ട്. ജനങ്ങളുടെ വിരൽത്തുമ്പിലാണ് ഇന്ന് എല്ലാ കാര്യങ്ങളും. അവർക്കെല്ലാം അറിയാം രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ കഴിഞ്ഞ 10 വർഷം എന്ത് ചെയ്യും. ഈ കഴിഞ്ഞ 60 വർഷം കമ്പയർ ചെയ്യണ്ട, UPAയുടെ 10 വർഷം ഇപ്പോഴത്തെ അത് മാത്രം കമ്പയർ ചെയ്താൽ ഈ രാജ്യത്തിലെ ജനങ്ങൾക്കറിയാം എന്ത് ചെയ്തു. അത് തന്നെയാണ് ഒരു നേട്ടം. അത് കണ്ടിട്ട് തന്നെയാണ് BJPയിലേക്ക് നേതാക്കൾ ഒഴുകുന്നത്, ഒരു സംശയമില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ അജി കുര്യാക്കോസ്, ഇവിടെ ഇന്ന് ഡാനിഷ് അലി കോൺഗ്രസിൽ ചേർന്ന ദിവസമാണ്, പപ്പു യാദവ് കോൺഗ്രസിൽ ചേർന്ന ദിവസമാണ്, ജമ്മു കാശ്മീരിൽ മുൻ മന്ത്രി ചൗധരി ലാൽ സിംഗ് കോൺഗ്രസിൽ ചേർന്ന ദിവസമാണ്, ജാർഖണ്ഡിലെ BJP MLA ജയപ്രകാശ് പട്ടേലും ഇന്ന് കോൺഗ്രസിൽ ചേർന്നു. അപ്പോൾ
നിങ്ങൾക്ക് കിട്ടുന്നവരെ നിങ്ങൾ വിളിക്കും, BJPക്ക് കിട്ടുന്നവരെ അവർ വിളിക്കും, CPMന് ആരെങ്കിലും കിട്ടിയാൽ അവർ വിളിക്കും. അപ്പോൾ ഇതൊക്കെ ഗിവ് ആൻഡ് ടേക്ക് ആണ്, അങ്ങനെ എടുത്താൽ മതിയോ? അത്രയും നിങ്ങളും കാണുന്നുള്ളൂ. ഒരാളുടെ പേര് കൂടി മറന്നുപോയി മാഡം. ആന്ധ്രാപ്രദേശിലെ MLA മുരളീകൃഷ്ണൻ കൂടി വന്നിട്ടുണ്ട് ഞങ്ങളുടെ. അപ്പൊ ഇതിനകത്ത് ഒരു കാര്യം വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇനിയിപ്പോ അടുത്തത് വരാൻ പോകുന്നത് കർണാടകയിലെ മുൻ മുഖ്യമന്ത്രി സദാനന്ദ ഗൗഡയാണ്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഏറ്റവും അവരെ EDയെ കാണിച്ച് പേടിപ്പിക്കുന്നു, അവരെ കാണിച്ച് പേടിപ്പിക്കുന്നു, അതാ ഭയപ്പെടുത്തി വലയിലുള്ളിലാക്കുന്നു എന്ന് പറയാൻ ഇനി പറ്റുമോ? നിങ്ങളുടെ ഭാഗത്തേക്കും ആളുകൾ എത്തുന്നുണ്ടല്ലോ. പറ്റും മാഡം. ഞാൻ പറഞ്ഞോട്ടെ. അതായത് വളരെ വ്യക്തമാണ്, ഇവിടെ EDയെയും CBIയെയും മറ്റുള്ള ഏജൻസികളെയും പേടിയില്ലാത്തവരെല്ലാവരും ഈ അടുത്ത കാലത്തായിട്ട് കോൺഗ്രസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കാരണം അതായത് ഇന്ത്യ മുന്നണിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇതിപ്പം മനേകാ ഗാന്ധിയും വരുൺ ഗാന്ധിയും SP-യിൽ ചേർന്ന് മത്സരിക്കാൻ പോകുന്നു. പിലിഭത്തിൽ അദ്ദേഹം നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞു. അവിടെ വേറെ BJP സ്ഥാനത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ വളരെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന വ്യക്തികൾ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ EDയെയും CBIയെയും അതുപോലെ തന്നെ ഇൻകം ടാക്സിനെയൊക്കെ പേടിക്കാത്ത ചില വ്യക്തികളുണ്ട്. അഴിമതി കറ പൊള്ളാത്ത കുറെ വ്യക്തികൾ, അഴിമതിയിൽ പെടാത്ത കുറെ വ്യക്തികൾ. കാരണം ഈ അഴിമതിയിൽപ്പെട്ട വ്യക്തികളൊക്കെ രണ്ട് കൈ നീക്കി സ്വീകരിക്കുന്ന പാർട്ടിയാണ് BJPയെ സംബന്ധിച്ചിപ്പോൾ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. BJP NDA പപ്പു യാദവോ ഇന്ന് കോൺഗ്രസിലേക്ക് വന്ന പപ്പു യാദവോ? അതെ, ഞാൻ ചോദിക്കട്ടെ, പപ്പു യാദവിന് ആ പേടി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസിലേക്ക് വരുന്നു? ഇവിടുന്ന് പോയ ആൾക്കാർക്ക് എല്ലാവരും സംബന്ധിച്ചിട്ടും അവർക്ക് EDയെയും CBIയെയും ഒക്കെ പേടിയുണ്ട്. പപ്പു യാദവിന് ആ പേടി ഇല്ലാത്തതുകൊണ്ടാണല്ലോ അദ്ദേഹം വരുന്നത്. ഞങ്ങൾ ആരും വിളിക്കുന്നില്ലല്ലോ. ചിരാഗ് പസ്വാന്റെ സഹോദരൻ ഇപ്പൊ അദ്ദേഹം പാർട്ടിയുമായിട്ട് ഇപ്പം ബീഹാറിൽ RJDയിൽ ലയിക്കാൻ പോകും. ഇത് നമ്മളാരും വിളിച്ചിട്ടില്ലല്ലോ. ഒരു കാര്യം മനസ്സിലാക്കാൻ, ആരെയും നിങ്ങളും സ്വീകരിക്കും എന്ന സാഹചര്യമാണോ എന്നതാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ ചൂണ്ടിക്കാട്ടിയത് അതിനാണ്. അല്ല മേഡം, ഞങ്ങളുടെ കയ്യിൽ പണമില്ല, ഞങ്ങളുടെ കയ്യിൽ അധികാരമില്ല, ശക്തിയില്ല. നേരത്തെ ഇന്നലെ ചർച്ച ചെയ്തില്ല, ശക്തി ഞങ്ങളുടെ കയ്യിലില്ല. ശക്തി അവരുടെ കയ്യിലാണുള്ളത്. അപ്പൊ ശക്തിയുള്ള ആൾക്കാരുടെ കയ്യിൽ ആൾക്കാർ പോകുന്നത് വളരെ വ്യക്തമാണ്. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി സംബന്ധിച്ചിടത്തോളം ഇത് ഇന്ന് തുടങ്ങിയതല്ല. ഒരു പാർട്ടി മൊത്തം ആയിട്ട് BJPയിൽ ചേർന്ന സംസ്ഥാനമാണ് മാർക്സിസ്റ്റ് പാർട്ടി. അത് ഇന്ത്യയിൽ വളരെ കുറച്ച് 1-2 സംസ്ഥാനത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ടതില്ല. S. രാജേന്ദ്രൻ പോയാലും MM മണി പോയാലും ആര് പോയാലും ഇന്നല്ലെങ്കിൽ നാളെ ആര് പോയാലും നമുക്ക് അതിനെപ്പറ്റി പേടിക്കേണ്ടതില്ല. നേരത്തെ ശ്രീ രമേശ് പറഞ്ഞതുപോലെ മറ്റേ അൽഫോൺസ് കണ്ണന്താനം MLA ആയിരുന്നപ്പോഴാണ് അദ്ദേഹം പോയത് അങ്ങോട്ട്. അപ്പൊ അതൊന്നും ഞങ്ങളെ സംബന്ധിച്ച വിഷയമല്ല. ആര് പോയാലും, കോൺഗ്രസിനകത്ത് നിന്ന് ആര് പോയാലും, ഇപ്പൊ നേരത്തെ പറഞ്ഞ മഹേശ്വരൻ നായർ പോയി, ഏതെങ്കിലും ഒരു 10 ആളെ കൂട്ടാൻ കഴിവുള്ള ഒരു നേതാവ് ഇന്ന് എപ്പോഴെങ്കിലും കേരളത്തിൽ നിന്ന്, ഞാൻ കേരളത്തിലെ കാര്യം പറയുന്നത്, കേരളത്തിൽ നിന്ന് BJPയിലേക്ക് പോയിട്ടുണ്ടോ? ആന്റണിയുടെ മകൻ ഞാൻ പറഞ്ഞ അവസരം വെച്ചോട്ടെ. ആരെ? കേരളത്തിലെ ഒരു MP വരാൻ നിൽക്കുകയാണ്. വന്നട്ടെ. നിങ്ങൾ ഇങ്ങനെ ആൾക്കാരെ വിളിച്ചു കൂട്ടും, ഒരു MP-യോ 2 MP-യോ. അജയ് കുര്യാക്കോസ് ഒന്ന് തുടരുക. ശ്രീ രമേശ് മണിക്കോത്ത് ആരാണ് MP? ഇലക്ഷനിലേക്ക് പോകുമ്പോ ഒരു MP? അതെ, രമേശ് മണിക്കോത്ത് കാസർഗോഡാണുള്ളത്. ചിലപ്പോ രാജ്മോഹൻ ഉണ്ണിത്തനായിരിക്കും. അദ്ദേഹം പറയും. രമേശ് പറയൂ, താങ്കളിപ്പോ ഈ ചർച്ചയിൽ ഒരു MP BJPയിലേക്ക് വരാനിരിക്കുന്നു എന്ന് വലിയൊരു വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. അപ്പോ ആരാണ് എന്താണെന്ന് പറയാനുള്ള ബാധ്യത താങ്കൾക്കുണ്ട്. പേര് വെളിപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ അതിവിദൂര കാലത്തിന് അദ്ദേഹം BJPയിൽ ചേരും. നിലവിലുള്ള ഒരു MP രാജ്മോഹൻ ഉണ്ണിത്താനല്ല, വേറൊരു നേതാവാണ് അദ്ദേഹം. ഒരു സംശയം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ആരാണ് ഇതിപ്പോ? എത്ര പേരെയാണ് താങ്കൾ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത് ശ്രീ രമേശ്? സിറ്റിംഗ് എംപിമാരിൽ ശ്രീ രമേശ് മണിക്കോത്ത്, സിറ്റിംഗ് എംപിമാരിൽ ശ്രീ ജിതേഷ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ രമേശ് മണിക്കോത്ത്, സിറ്റിംഗ് എംപിമാരിൽ ഒരാളെ ഒഴികെ ബാക്കി എല്ലാവരെയും മത്സര രംഗത്ത് ഇറക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. അതിലൊരാളാണ് BJPയിലേക്ക് വരുമെന്ന് താങ്കൾ ഇപ്പോൾ പറയുന്നത്. അപ്പോ ആരാണ് എന്നത് താങ്കൾ വ്യക്തമാക്കണം. അല്ലെങ്കിൽ ഇതൊരു ഇങ്ങനെ ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു MP വരാനിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അതും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന, അതിനൊരുക്കം നടക്കുന്ന ഈ സമയത്ത് പാർട്ടിയിലെ നേതാക്കളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ്. അപ്പൊ നമുക്ക് കർശന നിർദ്ദേശങ്ങളുണ്ട്. അതൊരു സ്ഥിരത, ഒരു ഇൻഫർമേഷൻ ഇല്ലാതെ അവരുടെ പേര് പറയാൻ പാടില്ല. ശ്രീ രമേശ്
അജീബ് കുര്യാക്കോസ് BJP ചെയ്യുന്നു എന്ന് ഞാൻ വെറുതെ പറയാൻ പാടില്ല. അജീബ് കുര്യാക്കോസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഉറപ്പ് കിട്ടിയാൽ അപ്പൊ നമ്മൾ പേര് പറയും. അതെ, അപ്പൊ വെറുതെ ഇപ്പൊ താങ്കൾ നടത്തിയതപ്പോ വെറുതെ പറഞ്ഞതാണോ? വെറുതെ അല്ല. പത്മജ വേണുഗോപാൽ വരുന്നതിന് മുന്നേ ഫെബ്രുവരി 27 ന്യൂസ് 18 ചാനലിൽ ഞാൻ ചർച്ചയിൽ പറഞ്ഞിരുന്നു കേരളത്തിലെ ചില നേതാക്കൾ BJPയിൽ ചേരുന്നുണ്ട്. ശ്രീ രമേശ് മണിക്കോത്ത്, ഇക്കാര്യങ്ങൾ BJPക്കാർ ഇവിടെ നിരന്തരം പറയുന്നതാണ്. പക്ഷെ അതിലൊരു പുതുമയില്ല. താങ്കൾ പറഞ്ഞത് ഇപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ടാണ്, ഒരു MP വരും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു ചോദിക്കുന്നത്. സിറ്റിംഗ് MPമാരെ എല്ലാം ഒരാളെ ഒഴികെ മത്സരിപ്പിച്ചിരിക്കുകയാണ്. ആരെയാണ് വരുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഇവിടെ നിങ്ങൾ ആ തെരഞ്ഞെടുപ്പിന്റെ തീയതി വരെ പ്രഖ്യാപിച്ചു. എല്ലാവരും 2 റൗണ്ട് പ്രചരണം പൂർത്തിയാക്കി. നിങ്ങളുടെ മണ്ഡലങ്ങൾ ഒഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്കെങ്ങാനും വരുന്നു എന്നാണോ? അതാ ഞാൻ പറഞ്ഞത്, ഇത് ഒരു കറക്റ്റ് ആയിട്ടുള്ള അതിനൊരു തീരുമാനം വന്നിട്ടില്ല. വന്നാൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. കാരണം ഞാൻ ഒരു അനുഭാവി മാത്രമാണ്, ഞാൻ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. പക്ഷേ നേതാക്കളുടെ ബന്ധത്തിൽ വെച്ച് അവരിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചാണ് ഞാൻ ചാനലിൽ ഇത് പറയുന്നത്. തൽക്കാലം കിട്ടില്ല, പക്ഷെ നമ്മൾ അടുത്തേനെ വെളിപ്പെടുത്തും. അല്ല മേഡം, ഒരു കാര്യം കൂടി എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാനുള്ള 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഒന്ന്, കേന്ദ്രത്തിലെ BJPയും കേരളത്തിലെ BJPയും തമ്മിൽ വളരെ ആനയും പേനും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം കേരളത്തിലെ BJP, കേരള ജനതാ പാർട്ടി, അവർ പോലും അറിയാതെയാണ് ഇന്ന് S രാജേന്ദ്രൻ അവിടെ പങ്കെടുത്തത്. അപ്പോ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അല്ല, കേരളത്തിൽ നിന്നുള്ള നേതാക്കളും അവിടെ ഉണ്ടായിരുന്നു. K സുരേന്ദ്രൻ ഉൾപ്പെടെ ഡൽഹിയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അവരെ വിളിച്ചില്ലല്ലോ, അവരറിഞ്ഞില്ലല്ലോ, അവര് പോലും അറിഞ്ഞില്ലല്ലോ. ഇപ്പൊ പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസിൽ നിന്ന് വിട്ട് BJPയിൽ ചേർന്നത് അവിടുത്തെ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സുരേഷ് ഗോപി പോലും അറിഞ്ഞില്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഇദ്ദേഹം പറയുന്ന, രമേശ് ജി പറയുന്ന ആ വിഷയത്തെ കുറിച്ച് നമ്മൾ വളരെ ലാഘവത്തോടെ എടുത്താൽ മതി. കാരണം കേരളത്തിലെ ജനതാ പാർട്ടി തീരുമാനിക്കുന്നതല്ല, ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിക്കുന്നത്. അഭിപ്രായമാണ് ഭാരതീയ ജനതാ പാർട്ടിയിൽ കേന്ദ്ര BJP നേതാക്കളുടെ നിർദ്ദേശാനുസരണം മാത്രം നീങ്ങുന്ന പാർട്ടി. ഞാൻ പറഞ്ഞ വിഷയം ഒന്ന് അവസാനിപ്പിച്ചോട്ടെ. അതായത് ഇന്നിപ്പം നേരത്തെ മേഡം പല ആൾക്കാരുടെ പേര് സൂചിപ്പിച്ചു. അതൊന്നും പല ആൾക്കാരും BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് അവർ വളരെ വ്യക്തമായ തീരുമാനമെടുത്ത് വന്നിട്ടുള്ളതാണ്. അവരെ ആരും പ്രലോഭിപ്പിച്ചിട്ടില്ല, ആരും പണം കൊടുത്തിട്ടില്ല, ആരും CBI വരുമെന്നോ. കാരണം ഞങ്ങൾക്ക് അധികാരമില്ലല്ലോ. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യ മുന്നണിക്ക് ഇവിടെ അധികാരമില്ല. അപ്പൊ ഞങ്ങളെ പേടിച്ചിട്ടോ ഞങ്ങൾ ഭയപ്പെട്ടുകൊണ്ടോ ആരും വരേണ്ടതില്ല. അപ്പൊ എന്തുകൊണ്ട് അവർ വന്നു? അവർ രാഷ്ട്രീയത്തിന്റെ പേരിൽ വന്നാണ് BJP എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെ. അവിടുന്ന് നിരാശരായിരിക്കുന്നവരൊക്കെയാണ് ഇങ്ങോട്ടും വരുന്നത്. ശ്രീ അജി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ജിതേഷ്, ഇവിടെ ഇപ്പോൾ BJPയുമായുള്ള ബന്ധമാണല്ലോ ഒരു പ്രധാന വിഷയമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുള്ളത്. S രാജേന്ദ്രൻ പറയാണ്, എനിക്ക് പണ്ട് മുതലേ ഉള്ള ബന്ധമാണ്, ആരുമായിട്ട്, ഇദ്ദേഹവുമായിട്ടുള്ള ബന്ധം വളരെ പണ്ട് മുതലേ ഉള്ളതാണ് എന്നതാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ ആർക്കൊക്കെയാണ് BJP നേതാക്കളുമായിട്ട് ബന്ധം? പ്രകാശ് ജാവ്ദേക്കറുമായിട്ടുള്ള ബന്ധം MLA ആയിരുന്ന 15 കൊല്ലം MLA ആയിരുന്ന S രാജേന്ദ്രന് ഉണ്ട് എന്ന് പറയുന്നു. വളരെ അടുത്ത ബന്ധമാണ്, ഇടയ്ക്കിടെ വരണമെന്നൊക്കെ കരുതി അതിപ്പോൾ ഒരു അവസരം കിട്ടി വന്നു എന്നേ ഉള്ളൂ എന്ന് പറയുന്നു. ഇവിടെ EP ജയരാജന്റെ ഭാര്യയുമായിട്ടുള്ള ബിസിനസ് ഡീൽ ഇന്ന് പരസ്യമായി EP-യും സമ്മതിക്കുന്നു, രാജീവ് ചന്ദ്രശേഖറും സമ്മതിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അപ്പോൾ നിങ്ങൾ പുറമേക്ക് ഇങ്ങനെ പറയുമെങ്കിലും വളരെ അടുത്ത ബന്ധം നിങ്ങളുടെ നേതാക്കളും BJPക്കാരും ഒക്കെ ആയിട്ടുണ്ട്. രേണുക പറയുന്ന പല കാര്യങ്ങളും തെറ്റായ കാര്യങ്ങൾ എന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്കൾക്ക് അങ്ങനെ എങ്ങനെയെങ്കിലും വേണമെങ്കിലും വിശ്വസിക്കാം. പക്ഷേ കണ്ണൂരിലെ റിസോർട്ടിന്റെ കാര്യം ബിസിനസ് ബന്ധമുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നു. ഇന്ന് എവിടെയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്? ഒന്നിനു പോലും സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. EP ജയരാജന്റെ ഭാര്യക്ക് അവിടെ ഷെയർ ഉണ്ടായിരുന്നു എന്നുള്ളതാണുള്ളത്. അത് ഇവരുമായിട്ടുള്ള നേരിട്ടുള്ള, ഇന്നലെ വരെ രാജീവ് ചന്ദ്രശേഖരന് അറിയില്ല, നേരിട്ട് കണ്ടിട്ടില്ല, ഫോട്ടോ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഇന്ന് സ്ഥിരീകരിക്കുകയാണ് ബിസിനസ് ബന്ധമുണ്ട് എന്ന്. EP ജയരാജന് പറഞ്ഞല്ലോ, വിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയായിരുന്നല്ലോ. ബിസിനസ് ബന്ധമുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. സ്ഥിരീകരിച്ചിട്ടില്ല. താങ്കൾ പ്രവാസ ലോകത്തായിരുന്നതുകൊണ്ട് ഒരു പക്ഷെ അറിയാത്തതായിരിക്കാം. രണ്ടാമത്തെ കാര്യം, രാജേന്ദ്രന്റെ കേസ് പറഞ്ഞു, അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യമാണ്. അദ്ദേഹം ഇപ്പൊ പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ജസ്റ്റിഫൈ ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. അദ്ദേഹം നാളെ BJPയിൽ പോവുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് സംസാരിക്കാം. അതിനുപരി എനിക്ക് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. നേരത്തെ അജി സാർ പറഞ്ഞതിൽ നിന്ന് ഒന്ന്, ഏറ്റവും കൂടുതൽ ഒരു പാർട്ടി തന്നെ BJP ആയി മാറിയത് അരുണാചൽ പ്രദേശിലാണ് 2016 ജൂലൈയിൽ. അന്ന് 60
ആൾക്കാരിൽ 60 അംഗ സംസ്ഥാനത്ത് നിന്ന് 60 അംഗ MLA നിന്ന് 44 പേരും നേരിട്ട് BJP-യിൽ പോയ ഒരു ചരിത്രമുണ്ട്. 2017 ഗോവയിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 2017 മിസോറാമിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാം. മിസോറാമിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ബീരേൻ സിംഗ് ആണ്. അദ്ദേഹം മുൻ കോൺഗ്രസ് നേതാവാണ്. അതുപോലെ തന്നെ നടന്ന കാര്യങ്ങള് ത്രിപുരയിൽ എന്താണ് സംഭവിച്ചത് അതും ഞാൻ പറഞ്ഞുതരാം. ത്രിപുരയില് ഞാൻ പറഞ്ഞുതരാം ത്രിപുരയിൽ എന്താണ് സംഭവിച്ചതെന്ന്. കോൺഗ്രസിലെ MLA-മാർ മുഴുവനായി പോയി അവിടെ BJP-യും കോൺഗ്രസും ചേർന്ന് BJP-യായും ജയിച്ച് ഭരിക്കുന്നതാണ് ത്രിപുരയില്. അതും ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. അവിടെ സംഭവിച്ച എന്താണെന്ന് നമുക്കറിയാം. തീർച്ചയായും ശ്രീ ജിതേഷ്, അതൊക്കെ ചരിത്രമാണല്ലോ. ഇവിടെ ഇപ്പോൾ നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോഴാണ് EP ജയരാജൻ പറഞ്ഞത് മികച്ച സ്ഥാനാർത്ഥികളാണ്, ഞങ്ങളും BJP-യും തമ്മിലാണ് ഇവിടെ മത്സരം എന്നൊക്കെ EP ജയരാജൻ പറഞ്ഞത് ഈ അടുത്ത കാര്യമാണ്. അദ്ദേഹം ഏതടിസ്ഥാനത്തിലാണ് BJP നേതാക്കൾ മികച്ചതെന്ന് പറയുന്നത്? ഏതടിസ്ഥാനത്തിൽ? CPM-ന്റെ നിലപാട് വിശദീകരിക്കുന്നത് പാർട്ടി സെക്രട്ടറിയാണ്. ഇപ്പോൾ EP ജയരാജനും നിങ്ങളുടെ LDF അല്ലേ മത്സര രംഗത്തുള്ളത്? LDF എന്താണോ പറഞ്ഞിരിക്കുന്നത് CPM-ന്റെ പാർട്ടി സെക്രട്ടറി പറയുന്നത് മത്സര രംഗത്ത് LDF ആണല്ലോ മത്സര രംഗത്തുള്ളത്, മുന്നണിയായിട്ടാണല്ലോ മത്സര രംഗത്തുള്ളത്. അതിന്റെ കൺവീനറാണ് പറഞ്ഞത് ഇവിടെ മത്സരം BJP-യുമായി എന്ന് പറയുന്നത് മുന്നണിയുടെ കൺവീനറാണ്. ഒരു പ്രതിനിധിക്ക് എന്ത് തെറ്റുപറ്റി കഴിഞ്ഞാലും അതിനെ പാർട്ടി സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി സെക്രട്ടറിയുടെ നിലപാടാണ് ഫൈനല്. അതിനുപരി വേറൊരു നിലപാടില്ല പാർട്ടിക്ക്. ആരാണ് BJP-യെ പരിപോഷിപ്പിക്കുന്നത് എന്നതാണ് എന്റെ ചോദ്യം. BJP-യെ പരിപോഷിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? അതല്ലേ ഞാൻ ആമുഖത്തിൽ പറഞ്ഞത്. 112 MLA-മാര്, 112 MP-മാര് കഴിഞ്ഞ 5 വർഷം കൊണ്ട് പോയത്, 80 MLA-മാര്, 12 മുഖ്യമന്ത്രിമാര്, 126 മുൻ MLA-മാര്, ഇത്രയും ആൾക്കാരാണ് കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോയത്. നിങ്ങൾ കേരളത്തിൽ തന്നെ പരിശോധിച്ച് നോക്ക്. കേരളത്തിൽ എത്ര ആൾക്കാർ BJP-യിലോട്ട് പോയി? ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന BJP-യിലെ 3-4 സ്ഥാനാർത്ഥികൾ മുൻ കോൺഗ്രസ്സുകാരാണ്. 3-4 BJP സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരാണ്. അതിനെന്താണ് പറയാനുള്ളത്? അതെ, പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോ നിങ്ങൾ 3 തവണ പാർട്ടി ചിഹ്നത്തിൽ MLA ആയ വ്യക്തിയാണ് ഇന്ന് അവിടെ എത്തി പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. പാർട്ടി അംഗത്വം എടുക്കാൻ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ടും ഇല്ല, വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. പാർട്ടിയെ കബളിപ്പിച്ചുകൊണ്ട് കൺവെൻഷനിൽ പങ്കെടുത്തു. അതിന് പിന്നാലെ ഇപ്പോൾ ഡൽഹി പോയി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ഒന്നുകിൽ ബാർഗെയിനിങ് തന്ത്രമായിരിക്കാം, അതല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടാകാം. പത്മജ പിറ്റേന്ന് BJP-യിൽ ചേരുന്നതിന് തലേ ദിവസം News 18 വാർത്ത കൊടുത്തപ്പോൾ അയ്യോ ഞാൻ തമാശ പറഞ്ഞതാണ്, പറ്റിച്ചതാണ്, തെറ്റായ വാർത്തയാണ് എന്ന് പറഞ്ഞ് Facebook പോസ്റ്റ് വരെ ഇട്ട ആളാണ്. അതിന് പിന്നാലെയാണ് BJP-യിൽ പോയത് കണ്ടത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കുന്നത് എന്ന്. ഇപ്പോൾ കോൺഗ്രസിനോട് പറയുന്നതൊക്കെ വിഴുങ്ങേണ്ടി വരുമോ? ഇപ്പോൾ കോൺഗ്രസിനെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് വിഴുങ്ങേണ്ടി വരുമോ എന്ന് നമുക്ക് കാത്തിരിച്ച് തന്നെ കാണാം. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ രമേശ് മണിക്കോത്ത്, താങ്കൾ ഇവിടെ ഒരു വലിയ വെളിപ്പെടുത്തലാണ് നടത്തിയത്, ഏതോ MP വരാനിരിക്കുന്നു എന്ന്. നിങ്ങൾ എന്തുകൊണ്ട് ബാക്കിയിടങ്ങളിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നില്ല എന്നൊരു ചോദ്യമുണ്ടല്ലോ. ആർക്ക് വേണ്ടിയാണ് ഒഴിച്ചിടുന്നത്? ഇവിടെ ഉള്ളവർക്കൊന്നും അറിയില്ല. പിന്നെ വിളിച്ചുകൊണ്ട് വരുന്നവരെയൊക്കെ സ്റ്റേജിലെത്തി പ്രധാന വ്യക്തികളായി അവരെ ചിത്രീകരിച്ചുകൊണ്ട് ഉദ്ഘാടനമൊക്കെ നടത്തുന്നു. മുൻ പ്രസിഡന്റിനുൾപ്പെടെ വലിയ രീതിയിൽ BJP-യിൽ ഒരു വിഭാഗം തന്നെ വലിയ രീതിയിൽ അതൃപ്തരാണ്. പുറമേ നിന്ന് വരുന്നവർക്ക് കിട്ടുന്ന അംഗീകാരം പോലും പാർട്ടിക്ക് വേണ്ടി പതിറ്റാണ്ടുകൾ പണിയെടുത്തവർക്ക് കിട്ടുന്നില്ല എന്ന വലിയ അതൃപ്തി. അപ്പൊ ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലേ? അല്ല, നിങ്ങൾ പറഞ്ഞു വരുന്നത് കാസർഗോഡ് ശ്രീ പപ്പേട്ടൻ CKP പറഞ്ഞതിന്റെ ഉദ്ദേശമാണ്. അത് അദ്ദേഹം നമ്മുടെ പാർട്ടിയിൽ അദ്ദേഹത്തിന് ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹം മത്സരിച്ചിട്ട് പാർട്ടിയുടെ റെപ്രസെന്റേറ്റ് ചെയ്തിട്ടുണ്ട്. സമുന്നത നേതാവാണ്. അദ്ദേഹം പറഞ്ഞത് അതല്ല. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ വേദിയിൽ കയറി വരുമ്പോ ബഹളം ഉണ്ടാക്കിയതിനെ കുറിച്ചാണ്. അതൊന്നും അല്ല പറഞ്ഞത്. പുള്ളി പിന്നീട് ആവർത്തിച്ച് പലയിടത്തും കാര്യം വ്യക്തമായിട്ട് അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞതാണ്.
നമ്മളെ പാർട്ടിക്കകത്ത് മാഡം ഇത് CPM അല്ല, നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം. നിങ്ങൾക്കറിയാം, സുബ്രഹ്മണ്യ സ്വാമി കഴിഞ്ഞ 10 വർഷമായിട്ട് മോദിജിനെ ചീത്ത പറയാം, അദ്ദേഹത്തിന് നടപടിയെടുത്തു, അദ്ദേഹത്തിന് നമുക്കത് ജനാധിപത്യ പാർട്ടിയാണ്. നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ പ്രകടിപ്പിക്കാം. ഇത് CPM അല്ല. പിന്നെ വേറൊരു കാര്യം, CPM-ലെ ഇടതുപക്ഷ മുന്നണിയിലെ ഏറ്റവും നല്ല നേതാവ് എനിക്കിപ്പോ തോന്നുന്നത് ഇന്നത്തെ പ്രസന്റ് രാഷ്ട്രീയം പൊളിറ്റിക്സ് മനസ്സിലാക്കിയ നല്ലൊരു നേതാവ് എനിക്ക് തോന്നുന്നു EP ജയരാജനാണ്. അദ്ദേഹം പറഞ്ഞത് കൃത്യമായി പറഞ്ഞു. അന്തർധാര സജീവമാണ്. ആൾക്കാർ സത്യം വിളിച്ച് പറയില്ല, അറിയാം അവർക്ക്, പക്ഷെ അവരത് മൂടി വെക്കും. പക്ഷെ ജയരാജനെ പോലുള്ള സമുന്നത നേതാക്കൾ അത് ജനങ്ങളോട് തുറന്നു പറയുകയാണ്. അത് വളരെ നല്ല കാര്യമാണ്. ഇത് വേണം. എത്ര കാലമാണ് ഈ കള്ളം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുക? ശരി, എന്റെ സമയം അവസാനിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ശ്രീ രമേശ് മണിക്കോത്ത്, അജിയിലേക്ക് വരാൻ കഴിയുന്നില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. എസ് രാജേന്ദ്രന്റെ മനസ്സിൽ എന്താണ്, നീക്കം എന്താണ് എന്ന് കാത്തിരിക്കാം. ഇപ്പോഴത്തെ പ്രചാരണ തന്ത്രങ്ങൾ മാറ്റേണ്ടി വരുമോ, പറഞ്ഞതൊക്കെ വിഴുങ്ങേണ്ടി വരുമോ കുറ്റപ്പെടുത്തിയവർക്ക് എന്നത് കാത്തിരുന്ന് തന്നെ കാണാൻ. വളരെ നന്ദി ജിതേഷ്, രമേശ് മണിക്കോത്ത്, അജി കുര്യാക്കോസ് ചർച്ചയിൽ പങ്കെടുത്തത്. ഗൾഫ് 18 പ്രവാസി ശബ്ദം പൂർണ്ണമാകുന്നു. നമസ്കാരം.